എല്ലാവർക്കും നമസ്കാരം. അക്വ മീഡിയയിലേക്ക് ഏവർക്കും സുസ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ അളവുകളെക്കുറിച്ചായിരുന്നു. എങ്ങനെ സ്ക്വയർ ഫീറ്റ് കണ്ടെത്താം, അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് എളുപ്പത്തിൽ എങ്ങനെ എടുക്കാമെന്നുള്ള വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. ഈ പ്രാവശ്യം നമ്മുടെ അളവുകളെക്കുറിച്ച് തന്നെയാണ്. ഒരുപാട് അളവുകൾ നമ്മുടെ വർക്കുകളിൽ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന അളവുകൾ എന്ന് പറയുന്നത് നമ്മൾ കോർണർ അളവുകൾ എടുക്കുമ്പോൾ, അതായത് സ്ക്വയർ വെച്ചിട്ട് ഇപ്പോൾ ഒരു ഫ്രെയിം ചെയ്യുമ്പോൾ അതിൻ്റെ മട്ടം വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഒരു ഗേറ്റോ ഗ്രില്ലോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ മട്ടം വെച്ചിട്ട് റൈറ്റ് ആംഗിൾ വെച്ചിട്ടാണ് ചെയ്യാറ്. അതേസമയം വലിയ ബീമുകൾ അല്ലെങ്കിൽ നമ്മൾ ട്രസ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ബീമുകളുടെ ലെങ്ത്ത് കൂടുതലായിരിക്കും. 6 മീറ്റർ, 5 മീറ്റർ, 10 മീറ്റർ അങ്ങനെ പല ലെങ്ത്തിലുണ്ടാകും. അത് നമ്മൾ ഒരു സ്ക്വയർ വെച്ച് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മട്ടം കിട്ടില്ല. കാരണം ആ ഒരു സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ മട്ടത്തിൻ്റെ നീളം ഒരടിയാണെങ്കിൽ ആ ഒരടി വരെ ഉള്ളതാണ് നമുക്ക് 100% ക്ലിയർ ആയിട്ട് കിട്ടുക. ബാക്കിയുള്ളിടത്തേക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. എന്നാൽ ലെങ്ത്ത് കൂടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കണക്കിൽ ടേപ്പ് വെച്ചിട്ട് നമുക്ക് മട്ടം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വലിയ അളവുകൾ കോച്ചം നോക്കിയിട്ട് എങ്ങനെ മട്ടം കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സൈറ്റുകളിൽ ചെയ്യുമ്പോൾ പില്ലറിൻ്റെ മുകളിലാണ് സാധാരണ നമ്മൾ ബീം വെക്കാറ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് താഴെ ബീം വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മട്ടം കാണുമ്പോൾ ലെങ്ത്തുള്ള ബീമുകൾക്കൊക്കെ മട്ടം കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് ടേപ്പ് പുറത്ത് കറക്റ്റായിട്ട് കുളത്തി പിടിക്കുക. ബീമിൻ്റെ കോർണറിൽ പുറത്ത് കറക്റ്റായിട്ട് കുളത്തി പിടിക്കുക. അവിടെ നിന്ന് ഏകദേശം 5 മീറ്ററാണ് 4 മീറ്ററാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. 4 മീറ്റർ നമുക്ക് പല അളവിൽ മട്ടം ക്ലിയർ ചെയ്യാം. ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും 4 മീറ്റർ ഒരു സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അതേപോലെ തന്നെ അതേ കോർണറിൽ തന്നെ പിടിക്കുക. അതിന് ശേഷം ഒരു 3 മീറ്റർ മാർക്ക് ചെയ്യുക. ഏകദേശം കാണുന്നുണ്ടാവും 3 മീറ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 മീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാർക്കിൽ നിന്ന് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത 5 മീറ്റർ ഉണ്ടല്ലോ, 4 മീറ്റർ ഉണ്ടല്ലോ, 4 മീറ്ററിലേക്ക് നമ്മൾ കോച്ചം പിടിക്കുക. ഇപ്പോൾ അവിടെ കൃത്യമായിട്ട് 3 മീറ്ററിലാണ് പിടിക്കുന്നത്. കാണുന്നുണ്ടാവും. ആ മാർക്കിൽ കറക്റ്റ് ചെയ്ത് പിടിക്കുക. അങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടേപ്പിൻ്റെ അടുത്ത അറ്റം ആദ്യം മാർക്ക് ചെയ്ത 4 മീറ്ററിൻ്റെ പോയിന്റിൽ കൊണ്ടുവന്നു. കണ്ടോ, ഇപ്പോൾ 5 മീറ്റർ. ഇത് കറക്റ്റ് മട്ടമാണ്. കറക്റ്റ് മട്ടം വരുമ്പോൾ ഒരു സൈഡിൽ 4 മീറ്ററും മറ്റേ സൈഡിൽ 3 മീറ്ററും മാർക്ക് ചെയ്താൽ അതിൻ്റെ കോച്ചം കിട്ടുന്നത് 5 മീറ്റർ ആയിരിക്കും. ഇത് തന്നെ നമുക്ക് ചെറുതായിട്ട് ചെയ്യുകയാണെങ്കിൽ അധികം വലിയ ഫ്രെയിം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സൈഡിൽ ഇത് 4 മീറ്റർ മാർക്ക് ചെയ്താൽ അതേ സൈഡിൽ നമുക്കൊരു 2 മീറ്റർ മാർക്ക് ചെയ്യാം. വേണോ, 2 മീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ അപ്പുറം നമ്മൾ 3 മീറ്റർ മാർക്ക് ചെയ്ത സൈഡിൽ ഇപ്പോൾ 1.5 മീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 1.5 മീറ്റർ മാർക്ക് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. ഇനി ഈ 1.5 മീറ്ററിൽ നിന്ന് നമ്മൾ 2 മീറ്റർ മാർക്ക് ചെയ്തതിലേക്ക് വച്ച് നോക്കാം. ഇവിടെ 1.5 മീറ്ററിൻ്റെ ടേപ്പ് പിടിച്ചു. നേരെ ഇപ്പുറത്തെ സൈഡിൽ കണ്ടോ, നേരത്തെ 5 മീറ്റർ ആയിരുന്നു, ഇതിപ്പോൾ 2.5 മീറ്റർ, 250 സെൻറ്റി, 2500 mm. ഇങ്ങനെയാണ് മട്ടം നമ്മൾ കാണുന്നത്. ഇതേപോലെ കോച്ചം കാണാവുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് മട്ടം വെച്ചെടുക്കുന്നതിനേക്കാൾ പക്ക ക്ലിയറായിട്ട് ഇങ്ങനെയുള്ള അളവുകൾ എടുക്കാൻ സാധിക്കും. ലെങ്ത്തുള്ള അളവുകൾ ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ പക്ക ക്ലിയറായിട്ട് കിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ കാണിച്ചത് ഒരു ബീമിൻ്റെ മട്ടം നോക്കാനായിട്ടാണ്. അത് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയർ വെച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല, ലെങ്ത്ത് ബീമൊക്കെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ബീമുകളിൽ എടുക്കുന്ന അളവാണ്. ഒരു വശത്ത് കോർണറിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ കോർണറിൽ നിന്ന് ഒരു സൈഡിലേക്ക് 3 മീറ്ററാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ മറ്റേ സൈഡിൽ 4 മീറ്റർ മാർക്ക് ചെയ്യുക. അപ്പോൾ കോച്ചം നോക്കുമ്പോൾ കൃത്യമായിട്ട് 5 മീറ്റർ കിട്ടും. 5 മീറ്റർ കൂടുതലാണെങ്കിൽ ആ ബീം ഉള്ളിലേക്ക് വരാനുണ്ട്. 5 മീറ്റർ കുറവാണ് വരുന്നതെങ്കിൽ ആ ബീം പുറത്തോട്ട് പോകാനുണ്ട്. അതാണ് അതിൻ്റെ ഒരു രീതി. അത് നോർമൽ ഒരു മിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ അളവിൽ ഈ ഒരു സൈഡിൽ 3 മീറ്റർ മാർക്ക് ചെയ്ത് നേരെ പകുതിയാക്കിയിട്ട് 1.5 മീറ്റർ ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ മറ്റേ സൈഡിൽ 4 മീറ്റർ എന്നുള്ളത്
നേരെ പകുതിയാക്കിയിട്ട് 2 മീറ്റർ ആക്കാം. അപ്പോൾ 2.5 മീറ്റർ കോച്ചം കിട്ടും. ഇത്തരത്തിൽ നമുക്ക് അളവുകൾ കൂട്ടിയോ കുറച്ചോ നമുക്ക് നോക്കാം. അതനുസരിച്ച് വലിയ ടേപ്പ് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് നമുക്ക് മട്ടം ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എന്നാലും ഇനി ഇതുപോലുള്ള അളവുകളെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട്. പല ആളുകളും പല വർക്കുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ അളവുകളെക്കുറിച്ച് പലതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത്തരത്തിലുള്ള വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താം എന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ബൈ.